ആര് വേണം നിന്നോ, കുഴപ്പമില്ല. എല്ലാവരും വീഡിയോ ആയിട്ട് കിട്ടും, അതിൽ സ്റ്റില്ലെടുത്ത് തരാം. അഷ്ടപതി അവതരിപ്പിക്കുന്നത് ശിവകുമാർ അമൃതകല. ഉടൻ തന്നെ ഹിന്ദു ഏകതാ സമ്മേളനം പവിത്രമായ ഈ വേദിയിൽ നടക്കും. ഐത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ല എന്ന് വിളംബരം ചെയ്ത ഹൈന്ദവ സോദര സർവേ पूषा विश्ववेदाः स्वस्तिनः साक्षो अरिक्षणैः स्वस्तिनो बृहस्पतिर्ददातु। ॐ शान्ति शान्ति शान्तिः. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 4ാം ദിവസമായ ഇന്ന് ഹിന്ദു ഏകതാ സമ്മേളനത്തിനായി പരമപൂജനീയ സത്സംഗചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ജി പവിത്രമായ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അനുഗ്രഹാശിസുകളോടെ ആരംഭിച്ച ഹിന്ദുമത പരിഷത്തിന്റെ 113ാമത് സമ്മേളനത്തിൽ ആയിരക്കണക്കിന് उपस्थित सज्जन माता भगिनी, मुझे भी हिंदी में बोलने की सूचना थी और मैं बैठकर इसलिए बोल रहा हूं कि भाषांतर परिच्छेद से परिच्छेद का होगा, तो बार बार उठने बैठने के बजाय वो सीधा चलता रहे, इसलिए बैठकर बोल रहा हूं। यहां आकर मैं गौरवान्वित अपने आप को समझता हूं। आप ये जानते हैं कि संपूर्ण हिंदू समाज के संगठन के लिए राष्ट्रीय स्वयंसेवक संघ 100 साल से काम कर रहा है, परंतु उसके भी पहले 1913 से समय की इस आवश्यकता को समझकर तब से आज तक इस हिंदू मत परिषद के द्वारा सतत 113 साल से काम कर रहे आप लोगों के सामने मैं आया हूं, तो मुझे ऐसा लगता है कि किसी सीनियर के सामने कोई जूनियर खड़ा है, और इसलिए हिंदू मत महामंडलन के सभी कार्यकर्ताओं को, प्रेरक लोगों को, प्रवर्तकों को, संतों को मेरा विनम्र नमस्कार है।
പരമ ശ്രദ്ധേയ സന്യാസി ശ്രേഷ്ഠന്മാരെ, ഹിന്ദുമത പരിഷത്തിൻ്റെ അധ്യക്ഷൻ PS നായർജി, ഹിന്ദുമത പരിഷത്തിൻ്റെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരിദാസ് ജി, ജനറൽ സെക്രട്ടറി രാജഗോപാൽജി, എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന വിശിഷ്ടരായ സജ്ജനങ്ങളെ, അതേപോലെ ഈ ഹിന്ദുമത ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, എല്ലാവർക്കും എനിക്ക് ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഹിന്ദിയിലാണ് സംസാരിക്കേണ്ടതെന്ന്. ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ തർജ്ജമ വേണ്ടി വരും, അത് ഖണ്ഡികയായിട്ട് തർജ്ജമ ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് ഇടയ്ക്ക് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അസൗകര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ ഇരുന്ന് സംസാരിക്കുക. ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അങ്ങേയറ്റം അഭിമാനം എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയാണ്. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം സമ്പൂർണ്ണ ഹിന്ദു സമാജത്തിൻ്റെയും സംഘടനയ്ക്കായി സ്ഥാപിതമായിട്ട് 100 വർഷങ്ങളായി. പക്ഷേ അതിനും മുമ്പ് 1913 മുതൽ അതേ ആവശ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാലത്തിൻ്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രദേശത്തെ ആളുകൾ ഈ ഹിന്ദുമത പരിഷത്തിന് തുടക്കം കുറിച്ചു. 113 വർഷം പൂർത്തീകരിക്കുകയാണ് ഈ മഹത്തായ സംരംഭം. അങ്ങനെ നോക്കുമ്പോൾ മുതിർന്നവരുടെ മുന്നിൽ പ്രായത്തിൽ എളുതായ ആൾ, സീനിയേഴ്സിൻ്റെ മുന്നിൽ ജൂനിയർ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഓരോരുത്തരെയും ഈ ഹിന്ദുമത പരിഷത്തിൻ്റെ കാര്യകർത്താക്കൾ, പ്രവർത്തകന്മാരെ ഓരോരുത്തരെയും ഞാൻ പ്രണമിക്കുകയാണ്. जीवन जीने के लिए शक्ति चाहिए. शक्ति समाप्त हो गई तो जीवन भी समाप्त हो जाता है. समाज की शक्ति उसकी एकता में होती है. एक व्यक्ति की शारीरिक बल के ऊपर वो निर्भर नहीं रहती. सबका मेलजोल कैसा है, आपस में मिलना जुलना कैसा है, सब मिलकर सबके हित की सुनते हैं, सोचते हैं या स्वार्थ की सोचते हैं, इस पर वो शक्ति निर्भर करती है. और इसलिए हिंदू समाज को अपना जीवन चलाने के लिए हिंदू एकता की आवश्यकता है. दोनों इसके साक्षी हैं. ജീവിക്കാൻ ശക്തി ആവശ്യമാണ്. ശക്തിയില്ലെങ്കിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശക്തി അതിൻ്റെ ഐക്യത്തിലാണ്, ഏകതയിലാണ് കുടികൊള്ളുന്നത്. വ്യക്തികളുടെ ശാരീരിക ശേഷിയോ എന്ത് ഉള്ളതിനേക്കാൾ ഉപരിയായി അത്തരം വ്യക്തികൾ പരസ്പരം സഹകരിച്ച് ഒന്നുപോലെ പരസ്പരം സ്നേഹിച്ച് ഏകതയോടുകൂടി സഹകരിച്ച് കഴിയുമ്പോഴാണ് സമൂഹം ശക്തമാകുന്നത്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വസ്തുതയാണ്. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ, ഏകതയോടുകൂടി മുന്നോട്ട് പോയാൽ അതിനെ ജീവിക്കാനും വളരാനും സാധിക്കും. അതുകൊണ്ട് ഏകത അങ്ങേയറ്റം അനിവാര്യമാണ്. ഇതിന് വേറെ യുക്തിയൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോക നിയമമാണ് അത്. ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന വസ്തുതയാണ്. ഏത് സമൂഹത്തെ പഠിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സംഘടിതമായ സമൂഹം ഉയർച്ചയെ പ്രാപിക്കുന്നു, അസംഘടിതരായ സമൂഹം തകർച്ചയിലേക്ക് നീങ്ങിപ്പോകുന്നു. ഇതാണ് കാലത്തിൻ്റെ നിയമം. ചരിത്രവും അതുതന്നെയാണ് സാക്ഷ്യം പറയുന്നത്. परंतु शक्तिवान होने से बाकी विश्व को खतरा भी हो सकता है. क्योंकि शक्ति तो शक्ति है, उसको दिशा देने वाला मनुष्य होता है, उस शक्ति का उपयोग करने वाला होता है. उसकी बुद्धि कैसी है उस पर निर्भर है. संस्कृत में एक सुभाषित है, विद्या विवादाय धनम मदाय शक्ति परेशान परपीडनाय. खलस, खल यानी दुष्ट. दुष्ट लोग विद्या का उपयोग विवाद बढ़ाने के लिए करते हैं. हम अपने चारों ओर देखते तो ध्यान में आता है. धन का उपयोग
अपना मत बढ़ाने के लिए कहते हैं, मदमस्त हो जाते हैं और शक्ति का उपयोग വ്യത്യസ്തതകൾ അത് താമസിക്കുന്ന പ്രദേശത്തിന്റെ പേരിലായാലും ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലായാലും ആചാരങ്ങളുടെ പേരിലായാലും വ്യത്യസ്തത അനേകമാണ്. ചിലരിവിടെ മരുഭൂമിയിൽ പാർക്കുന്നവരുണ്ട്, ചിലരാകട്ടെ പർവ്വത പ്രദേശങ്ങളിൽ പാർക്കുന്നു, ചിലർ സമുദ്രങ്ങളുടെ തടങ്ങളിൽ കടലിന്റെ തീരത്ത്, സമതലങ്ങളിൽ താമസിക്കുന്നവർ, നഗരങ്ങളിൽ താമസിക്കുന്നവർ, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ, ഇങ്ങനെ പല പ്രദേശങ്ങളിൽ പല ആശയ വിശ്വാസങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ എല്ലാം തനിമ, അവരുടെ സ്വഭാവം, സ്വന്തം ഭാവം, അത് ഹിന്ദുത്വമാണ്. അത് അങ്ങനെയുള്ള ഹിന്ദുവിന്റെ ഈ ദേശത്തിന് അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് ഈ പ്രത്യേക ഈ സ്വഭാവം എവിടെ പോകാനാ? അറിയോ? ആ, അവരെ പോയിട്ട് വരട്ടെ. ഒരു മരത്തേക്ക് ഈ വെള്ളയും ഈ സാധനം എല്ലാം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ലേ? എന്ന് തോന്നിയപ്പോൾ നിർത്തിയ ആഭിമുഖ്യത്തിൽ